ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത്. ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മോക്ഷ ട്രാവൽസിൻ്റെ കൂർഗ് മൈസൂർ പാക്കേജ് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. നല്ലൊരു സർവീസായിരുന്നു അവരുടേത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് 2 കോർഡിനേറ്റേഴ്സ് നമുക്കുണ്ടായിരുന്നു. അവർ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതൊരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ കാണാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങൾ അവർ ആ പാക്കേജസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്ത് നിന്നൊരു വൈകുന്നേരം 3 മണിയോടുകൂടിയായിരുന്നു. രാവിലെ 7 മണിയായപ്പോഴേക്കും കൂർഗിലെത്തി. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ദെൻ ഫ്രഷായി. അപ്പോഴേക്കും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വയറൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് രാജാ സീറ്റ് ഗാർഡനിലേക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മടിക്കേരിയാണ്. ബാംഗ്ലൂരിൽ നിന്നൊരു ഏകദേശം 270 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ മടിക്കേരി എന്ന് പറയുന്ന പ്ലേസ് വരുന്നത്. രാജാ സീറ്റ് ആ പേര് പറയുന്നത് പോലെ തന്നെ സീറ്റ് ഓഫ് ദ കിങ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് രാജാവ് വിശ്രമവേളകളിലൊക്കെ ഇവിടെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ഗാർഡനും അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്പോട്ടിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൺറൈസും സൺസെറ്റും തന്നെയാണ്. സോ ഇവിടെ വരുന്നവർ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിലൊക്കെയോ വരുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഈ ഗാർഡൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതും കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളികളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർക്കുകളും മുതിർന്നവർക്ക് വേണ്ടി സിപ്ലൈൻ പോലുള്ള അഡ്വഞ്ചർ റൈഡുകളും ഇവിടെയുണ്ട്. ഈ രാജാ സീറ്റ് ഗാർഡനിലേക്ക് കടക്കുന്നതിനായിട്ട് നമുക്കൊരു ചെറിയ എൻട്രി ഫീ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് വെളുപ്പിന് 5:30 മുതൽ രാത്രി 8 മണി വരെയാണ്. അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് രാജാ സീറ്റ് ഗാർഡൻ മടിക്കേരി. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മടിക്കേരി ഫോർട്ടിലേക്കാണ്. ഫോർട്ടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. ഇതിനകത്ത് ടിപ്പു സുൽത്താൻ നശിപ്പിച്ച കുറേ സ്കൾപ്ചേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, തോക്കുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ആയുധങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ നേരെ ഫോർട്ട് കാണാനായിട്ടാണ് പോയത്. കോട്ടയുടെ എൻട്രൻസിലൂടെ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഒരു ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. 17th സെഞ്ച്വറിയിലാണ് മുദ്ദുരാജ ഈ ഫോർട്ട് ഉണ്ടാക്കിയത്. ഇതിനകത്ത് ഒരു പാലസ് കൂടെ കാണാൻ സാധിക്കും. നമ്മൾ മലയാളികൾ ഫോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് വരുന്നത്, എനിക്ക് ആദ്യം മൈൻഡിൽ വന്നത് ബേക്കൽ കോട്ടയൊക്കെ ആയിരുന്നു. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഫോർട്ടിനെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോർട്ട് തന്നെയാണിത്. ഇതിനിടയ്ക്ക് രസകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇവിടെ ഒരു കിടങ്ങ് പോലെയുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് മറികടക്കാനുള്ളൊരു തന്ത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തുരാജ നിർമ്മിച്ച പാലസ്. ഈ പാലസിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഈ ഫോർട്ടിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ആദ്യം കാണിച്ച മ്യൂസിയത്തിൽ കയറാനായിട്ട് ഒരു ചെറിയ എൻട്രി ഫീ കൊടുക്കേണ്ടതുണ്ട്. ഫോർട്ടിൽ നിന്നും ഇറങ്ങിയ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയാണ്, അഥവാ കൂർഗിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളാണ്. ഇത് ശരിക്കും ഒരു ചെറിയ ടിബറ്റൽ കോളനിയാണ്. കുശാൽ നഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ലഭിക്കുന്നത്. ഒരു ടിബറ്റൻ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ഇവിടുത്തെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന 40 അടിയോളം ഉയരത്തിലുള്ള ഒരു ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യൂസ് തന്നെയാണ്. ടിബറ്റൽ ബുദ്ധിസ്റ്റ് മിത്തോളജിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് ഈ ടെമ്പിളിൻ്റെ വാൾ പെയിൻറ്റിങ്സിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1972 ഈ ഗോൾഡൻ ടെമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടെ നമുക്ക് എൻട്രി ഫീസൊന്നും വരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു മാർബിളിൽ തീർത്ത രൂപം ഞാൻ ശ്രദ്ധിച്ചത്. ഒരു സിംഹത്തിൻ്റെ രൂപമായിരുന്നു അത്. പക്ഷേ അതിനകത്ത് ഒരു മാർബിളിൻ്റെ തന്നെ ഒരു ബോളുണ്ട്. അതെങ്ങനെയായിരിക്കും അതിനകത്ത് വന്നിരിക്കുക എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷനാണ് ബാംബു ഫോറസ്റ്റ്. നിസർഗധാമ ബാംബു ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ കാണുന്ന തൂക്കുപാലത്തിലൂടെ മാത്രമേ നമുക്ക് ആ ബാംബു ഫോറസ്റ്റിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. കാരണം അതൊരു ഐലൻഡാണ്, കാവേരിയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണത്. മടിക്കേരിയിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം നീങ്ങിയാണ് ഈ സ്പോട്ടുള്ളത്. 64 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലം 1989 ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഈ കാണുന്ന പോലെ ട്രഡീഷണൽ ഡാൻസിൻ്റെയൊക്കെ കുറേ രൂപങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഏറുമാടങ്ങളൊക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റിനകത്ത് റിവർ സൈഡ് കോട്ടേജസും ഉണ്ട്. എലിഫൻറ്റ് റൈഡ്, ബോട്ടിങ് പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഫോറസ്റ്റിന് പുറത്തായിട്ട് 5D തിയേറ്റർ, ഹൊറർ ഹൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ മൈസൂരിലേക്കാണ് യാത്ര. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.